വരുന്ന വഴിക്ക് ഒരു സാറിനെ പരിചയപ്പെട്ടു. സാറിൻ്റെ പേരെങ്ങനെ? അനിയൻ കുഞ്ഞല്ലേ. അപ്പോൾ അനിയൻ കുഞ്ഞ് ചേട്ടനും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പേര് ബിജു ചേട്ടനും ഉണ്ട്. ബിജു ചേട്ടൻ വിട്ടുപോയി. ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ സോമനാമ്പുലിസം ഉണ്ടേ, എന്ത് ചെയ്യാനാ മറവി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് പോയി മെമ്പറെ പേരെങ്ങനെയായിരുന്നു? മെമ്പറെ സത്യനല്ലേ, 6-ാം വാർഡ് മെമ്പറാണ്. സത്യൻ മെമ്പറും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ആനയുടെ താണ്ഡവും ആടി സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഒരു വ്യാപ്തി കാരണം വയനാടിൻ്റെ പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വലിയ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചൊല്ലി വലിയ വലിയ തർക്കങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ നിരന്തരം പല ഭാഗങ്ങളിൽ ആനയുടെ വലിയ വലിയ താണ്ഡവങ്ങളല്ലേ നോക്കി കൂളായിട്ട് വന്ന് അതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്കകത്തല്ലേ വെച്ചിരിക്കുന്ന ഭൂമിക്കകത്ത് വന്ന് അടിച്ചു തകർന്ന നേരത്ത് ഓരോ കർഷകരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. കണ്ടില്ലേ അവിടെ പട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ അടിച്ചു തകർത്തെന്ന് പറഞ്ഞേ അവിടെല്ലാം ഇവിടെ നിൽക്കുമായിരുന്നപ്പോൾ കേട്ടോ. അവിടെല്ലാം ചവിട്ടിപ്പറിച്ച് ഇവിടെ അല്ലേ ഈ സൈഡ് ഉപ്പല്ലേ. അപ്പോൾ ഇവിടെ ആയിരുന്നു സംഭവം. ഇവിടെ കുറച്ച് ഉപ്പ് കിടന്നു. നടുക്ക് ഉപ്പ് കിടന്നു. ഇത് ഇവിടെ അല്ലേ തല്ലി കളഞ്ഞേ? ഇവിടെ തല്ലി ഇത് ഇതെന്തുവായിരുന്നു? ഇത് ആട്ടുംകൂട് വല്ലതായിരുന്നു. ആട്ടുംകൂടായിരുന്നു അല്ലേ? ആട്ടുംകൂടായിരുന്നു. എന്നാ പറയാ, തെങ്ങല്ലേ, തെങ്ങ് വെച്ച് തെങ്ങിൻ്റെ പട്ട വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. അവിടെ നിന്ന് പെരുമാറിയിട്ടുണ്ട് കേട്ടോ. വാഴ എടുത്തല്ലേ. ഇവിടം എൻ്റെ പൊന്നോ, അന്നേരം ഇവിടെ ആരും ഇല്ലായിരുന്നല്ലേ? അന്നേരം ഒരു മനുഷ്യനും ഇവിടെ ഇല്ലായിരുന്നു ഭാഗ്യത്തിന്. അല്ല വീട് മൊത്തം അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചിട്ടേക്കോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ അവൻ മൊത്തം അകത്ത് കയറി തോന്നുന്നു. അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ചവിട്ടി പാടുണ്ട്. ചവിട്ടി പാടാണ് കണ്ടോ. അകത്ത് കയറിയിട്ടുണ്ട് കണ്ടോ. അകത്തോട്ട് ചവിട്ടി കയറുന്നു. അവിടെ ചവിട്ടിയിട്ടുണ്ട്. കാലെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതെ ഇത് കണ്ടോ, ചവിട്ടി പാടുണ്ടോ? കഥ തള്ളി ഇവിടുത്തെ കഥ തള്ളി കളഞ്ഞു. അവിടെ പണ്ടേ ഇതുണ്ടോ, എൻ്റെ ഇവിടെ എല്ലാം പാടുണ്ടോ. നമ്മളെക്കാളും ബുദ്ധിയാണെന്നല്ലോ. അതെ പട്ടിക ഇരുമ്പായിരുന്നു. എൻ്റെ പൊന്നോ, എന്നാ ബാത്റൂം അല്ലേ? ഏത് മറ്റേ ഷീറ്റായിരുന്നെങ്കിൽ തള്ളത്തില്ല. അത് മറ്റേ മൊത്തം ഫിക്സ് ചെയ്ത് വെക്കും അല്ലേ? ഇത് ആയിരിക്കും അല്ലേ? അടുക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സാധനം വെച്ച് പോയത്. പക്ഷെ അത് ഓടായതുകൊണ്ട് തള്ളിക്കളഞ്ഞല്ലേ. ബാത്റൂമും തള്ളിക്കളഞ്ഞു. എന്തുവായാലും കൊള്ളാം. നോക്കിയ കഷ്ടമുണ്ട്. ഓരോ അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ആളില്ലാഞ്ഞ ഭാഗ്യമല്ലേ? ആളില്ലാഞ്ഞ ഭാഗ്യമായിപ്പോയി. എന്നും വൈകിട്ട് വരുന്നല്ലേ? ഇന്നലെ വന്നില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ആ മേൽഭാഗത്തെല്ലാം നിന്ന് കറങ്ങുമായിരുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം. തെങ്ങുണ്ടല്ലോ. മലയാളം നിന്നാണോ? മലയാളം ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അല്ലേ തേങ്ങ ഉണ്ടോ? അല്ല കീർത്തിയായിരിക്കും. കരിയൊക്കെ തിന്നുണ്ടല്ലോ നന്നായിട്ട്. അവിടുന്ന് മാറിയിട്ടുണ്ടല്ലേ. കരിയൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചാരം എൻ്റെ ചാരം ഇതെല്ലാം നല്ല തള്ളി മറിച്ചിട്ടേക്ക. എന്നാ ചെയ്യാനാ നോക്കിക്കോണം. ഉദരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റക്കിടിക്ക്. എനിക്കിത് ഇവിടെ നിന്നാണ് മേടിച്ചത്. അവിടെ നിന്നാണ് മേടിച്ചേ? ഇത് ഇവിടെ നിന്നാണ് മേടിച്ചേ? അവിടെ തള്ളിയിട്ട് ഇങ്ങോട്ട് വന്നാ സൈഡ് അതിൻ്റെ എഡ്ജ് തന്നെ കണ്ടോ. ആ സൈഡ് വരഞ്ഞാണ്. എന്തായാലും ഇതിനിപ്പോൾ എല്ലാം അതെ ഫോർസ്റ്റാർ ഭാഗത്തുനിന്ന് എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞോ. ഇവരെ പലർക്കും കിട്ടിയത് കണ്ടു മെമ്പറെ. പല ആൾക്കാർക്കും ഒരുപാട് നഷ്ടപരിഹാരം കിട്ടിയേ. പക്ഷെ എന്നാ പറയാനാ നോക്കിക്കോണേ. അല്ല പട്ടിക്കൂട്ടിന് അവിടെയും പണി കൊടുത്തു.
പട്ടി അവൻ പേടിച്ചെന്നോ ശരിക്കും? പട്ടി കൂടി തള്ളിക്കളഞ്ഞ അതല്ലേ? അവൻ പേടിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞതും ഇവിടെ വന്ന് കണ്ടതും തമ്മിൽ കണ്ടില്ല. അവിടെ കാണാൻ നിന്ന് മേഞ്ഞിട്ടുണ്ടോ? താഴെല്ലാം നിന്ന് മേഞ്ഞിട്ടുണ്ട് ശരിക്കും അല്ലേ? അപ്പോൾ എനിക്കത് 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ആന, അറിഞ്ഞില്ല. എന്തുവാ ചോദിച്ച് പുറത്ത് കളഞ്ഞു, തള്ളിക്കളഞ്ഞല്ലേ? പട്ടി ഉണ്ടായിരുന്നു അകത്ത് കൂട്ടിനകത്ത്. പട്ടി കൂട്ടാതിരിക്കുമ്പോൾ തള്ളിക്കളഞ്ഞ. അവൻ കൂട്ടാതിരിക്കുമായിരുന്നു. കൂട്ടാത്ത വെച്ച് തന്നെ. പാവം അവൻ പേടിച്ച് കാണും. എന്നാ പറയാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം. മെമ്പറെ, ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്താണ് മെമ്പറിന് ഈ വാർഡ് മെമ്പർ എന്ന നിലയിൽ, ഈ വാർഡല്ലേ 6ാം വാർഡല്ലേ? നിരന്തരമായിട്ട് ശല്യം ഉണ്ടോ? അതോ നിരന്തരമായിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ശല്യം ഇവിടെ വരുന്നു പോകുന്നുണ്ട്. ഇതുപോലൊരു ശല്യം ആദ്യം വന്ന പക്ഷേ ഇതിന്റെ അങ്ങേക്കരയ്ക്കുണ്ട് കുറേയേറെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. അവരെല്ലാം ഏതാണ്ട് ഒരു 10-20 കുടുംബത്തോളം ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് അവരെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ അതുകൊണ്ട് ആന ഇങ്ങോട്ടേക്ക് കയറുക. നേരത്തെ ഇവിടെ താമസം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ വരുമ്പോൾ അവരെല്ലാം എല്ലാം വിളിച്ചോ അല്ല മറ്റേ പടക്കം പൊട്ടിച്ചോ ഏതെങ്കിലും കാരണവശാൽ ഇവനെ തുരത്തി വിടുകയായിരുന്നു. ഈ ആൾക്കാർ ആരും ചോദിക്കാനില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളിലോട്ടം കയറി. പിന്നെ കുറേ പേര് പോയതൊന്നും ആനയെ പേടിച്ച് പോയതല്ല. അവർ സൗകര്യങ്ങളിൽ കൂടി മക്കളൊക്കെ ഗൾഫിലൊക്കെ പോയി പൈസയൊക്കെ ആയപ്പോൾ പത്തനംതിട്ടയൊക്കെ ആശുപത്രി സൗകര്യം നോക്കി കുറേ പേരങ്ങ് വസ്തുക്കളൊക്കെ ഒഴിവാക്കി കുറേ പൈസ വിൽക്കാവുന്ന കണ്ടീഷനുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ് കേട്ടോ, ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥ, ഫ്രഷ് എയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ വന്നു ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ തണുത്തുകൊണ്ട് പല മേഖലയുണ്ട്, പല മലയുടെ മേളിൽ കയറുമ്പോഴും പല ഫീലുകളാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മേൽഭാഗത്ത്, അതായത് കുറച്ച് പേര് ഒരാൾ മരിച്ചില്ലായിരുന്നു, ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് തൂങ്ങി മരിച്ചില്ല. ആ ഭാഗത്ത് ഞാൻ പോയിരുന്നു, അപ്പൂച്ചക്കുളം അത് തന്നെ അവിടെ പോയിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു കാലാവസ്ഥ ചൂടല്ലേ അവിടെ ചൂട്. പക്ഷേ ഇവിടെ നല്ല തണുപ്പ് കേട്ടോ, നല്ല ഇതാണ് ഈ മലയുടെ തിരിവുള്ള അതുകൊണ്ടാണ് ഈ കാലാവസ്ഥയ്ക്ക് ഇത് വരുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയിൽ. ഇപ്പോൾ പാണ്ടാ ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മുറ്റത്ത് പറഞ്ഞിരിക്കാമല്ലോ കടുവ വന്നു. അല്ല പുലിയുടെ സ്ഥിരം ഇതാ അല്ലേ? അവിടെ നമ്മുടെ ക്ഷേത്രം ഉണ്ടല്ലോ, ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെല്ലാം ഈ മിനിഞ്ഞാന്നോ വന്നു. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നു 12 മണിയായി. പുലിയോട് പറഞ്ഞു നിനക്കുള്ള പട്ടിയാന്ന് വിചാരിച്ച് പറഞ്ഞാ നിനക്കുള്ള ഞാൻ പിന്നെ തരാമെന്ന്. ഇതായതല്ലേ? ഇവിടെ നിന്ന് ഈ ഇതിനപ്പുറം ആ ഭാഗമല്ലേ പൂച്ചക്കുളം? അല്ല, അത് തുമ്പാക്കുളം അല്ലേ? ഒരുപാട് നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ കഥകൾ പറഞ്ഞേക്കാം. പൂച്ചക്കുളത്ത് പോയി അത് ഇത് എവിടെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ തുമ്പാക്കുളം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഐതിഹ്യം വല്ലതും ഉണ്ടോ പേരിന്? അറിയില്ല. ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇത് മൂർത്തിമണ്ണ് അല്ലേ? മൂർത്തിമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന്? ഇതൊക്കെ സ്ഥിരം പരിപാടിയല്ലേ, എന്ന് സ്ഥിരം കാഴ്ചയാണല്ലേ പറയാൻ? ഇവിടുത്തെ സംബന്ധിച്ച് ഇതൊരു ആദ്യമായിട്ടാണ് ആനയുടെ വിഷയം വരുന്നത്. ആന സ്ഥിരം വരുന്നുണ്ട്, പക്ഷേ ഈ ശല്യങ്ങളില്ലായിരുന്നു. ഇതുപോലെ അവിടുത്തെ കൃഷി മൊത്തം പോയി. പിന്നെ തെങ്ങ് മൊത്തം പോയി, കമുക് മൊത്തം പോയി, റബ്ബർ മൊത്തം തള്ളിയിട്ടു. പൊടിയുള്ള റബ്ബറിന് ഫുള്ള് പോയി. ഓനിനി ഒന്നുമില്ല. കോലിഞ്ച് തീർത്ത് പോയി. കോലിഞ്ച് അങ്ങനെ തൊടാറില്ലല്ലോ. കോലിഞ്ച് വലിച്ച് പറിച്ച് ചവിട്ടി തിന്നുന്നുണ്ട്. ഇപ്പൊ തിന്നു ശരിക്കും തിന്നും, വലിച്ചു പറിച്ച് തിന്നും, ഭയങ്കരമായിട്ട് തിന്നും. അപ്പോൾ ശരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് കർഷകർക്ക് അല്ലേ? കൃഷി പറ്റത്തില്ല, ഒരു കൃഷിയും പറ്റത്തില്ല, ഒരു കൃഷിയും പറ്റാത്ത അവസ്ഥയായി. ഇതാണ് ഈ പന്നി ഈ പിന്നെ മലയണ്ണാനോട് തേങ്ങ കംപ്ലീറ്റ്, തെങ്ങലൊന്നുമില്ല. പിന്നെ കുരങ്ങ് ഈ പിന്നെ കോലിഞ്ചിയുടെ നാമ്പ് വലിച്ചു കയറി തിന്നുന്നുണ്ട്. കുരങ്ങ് അതിന് ഒരു പ്രത്യേക മണമല്ലേ കോലിഞ്ചിക്ക്? അതെങ്ങനെ ആ മണം അടിച്ചു കഴിഞ്ഞാൽ അത് അറിയാം. ഇത് പിന്നെ ഔഷധമുള്ള സാധനമാണ്. സെന്റർ വലിച്ചു നാമ്പ് വലിച്ച് പിന്നെ എടുത്തു തിന്നും. ആ നാമ്പിന് വലിയ ഇതില്ല, അതിന് വലിയ ഇത്രയും പവർ കാണത്തില്ല. എൻ്റെ പൊന്നോ, കാട്ടി ആവശ്യത്തിന് അതെ. എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കാട്ടി സാധനമില്ല, വല്ലതും തിന്നാൻ വല്ല കാട്ടിലുണ്ടെങ്കിലോ നാട്ടിലേക്ക് ഇറങ്ങുന്നത്.
അത് കറക്റ്റ് കാര്യമോ? പരിഹാരം ഇനി എന്താന്ന് വെച്ചാൽ ഇനിയും പിന്നെ വനത്തിനുള്ളിൽ ഇതിനെന്തെങ്കിലും തിന്നാനുള്ളത് വെച്ച് വല്ലതും വെച്ച് പിടിപ്പിച്ച് വല്ല ഫലവൃക്ഷങ്ങളോ മറ്റേ അതാണ്ട് ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചതിൻ്റെ കഥ പറയുന്നു. അതെങ്ങനെ തിന്നാനാ? സെന്ന പോലുള്ള മരങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ തിന്നാനാ? ഇപ്പോൾ വയനാട്ടിലെ ഇഷ്യൂ തന്നെ കണ്ടില്ലേ? വയനാട്ടിലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അതിനിടയ്ക്ക് ഇവിടെ കടമലെ കണ്ടില്ലേ, കാട്ടുപോത്ത് വന്നിറങ്ങി. കാട്ടുപോത്തിന് ഇഷ്യൂ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ അങ്ങനെ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പറയാനൊക്കത്തില്ല, ചിലപ്പോൾ എണ്ണിക്കുന്ന വലത്തോട്ട് വല്ലതും ആണല്ലേ ഇറങ്ങി വന്ന് പണി തന്നാലേ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. എന്തുമായാലും കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കർഷകർക്ക് പറയാനുള്ളത്. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ. നമ്മൾ വീണ്ടും താഴോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ, ഇത് ഇവിടെ സോളാർ ഫെൻസിങ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ബാറ്ററി അല്ല, സോളാർ വെച്ച് ബാറ്ററി ചാർജ് ചെയ്ത് അങ്ങനെ ആയിരിക്കും. അതെ അങ്ങനെയാണല്ലേ? ഓ, അതെന്തായാലും കണക്ക് കൊള്ളാം പരിപാടി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യട്ടെ സാർമാരല്ലേ. ഇതാണ് ഇതല്ലേ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കല്ലേ? അല്ല, നമുക്ക് അതിനെ പോവാം. പിന്നെ ഇതെടുത്താൽ മതി. എടുത്താൽ മതി അല്ലേ? ഓക്കെ. ഇവിടെ വന്നപ്പോൾ ഒരു സാധനത്തെ കണ്ട്, പന്നിവിര എന്ന് പറയും. നോക്കിയിട്ട് ഇതിൻ്റെ രസകരമായ ഒരു കാഴ്ചയാണ് ഇത്. കൊള്ളാം കേട്ടോ, നാട്ടുപുറത്തുള്ളതൊന്നും കാണുകയില്ല. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അത് കേട്ടോ, അത് ഞാൻ അത്രയും വലിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. ഉണ്ട്. അതോടൊപ്പം ഞാൻ പറയാൻ വിട്ടുപോയവരൊക്കെ ഇവരുടെ വീടാണ് ശരിക്കും പറഞ്ഞാൽ മേളത്തെ. അവർ വിഷമം പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം, അവരുടെ വീടാണ് മേളിലുള്ള സംഭവം. അപ്പോൾ ആ വീട്ടിലാണ് ആന ഇറങ്ങി എല്ലാം ചവിട്ടി നശിപ്പിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോകുന്നതിന് മേലോട്ടല്ലേ? എന്നും പോവും. പക്ഷെ പട്ടിക്കൂട് ഇതേ പട്ടിയെ എടുത്ത് ചവിട്ടി എറിഞ്ഞു കളഞ്ഞല്ലോ. ഓ, എന്തുവായാലും ഭാഗ്യം ജീവനോട് കിട്ടി കേട്ടോ. പക്ഷെ ഭയങ്കര വിജിലായിട്ട് നിൽക്കും. ആടായിരുന്നുണ്ടായിരുന്നു. എത്ര ആടുണ്ടായിരുന്നു? 5. ആ, കുഞ്ഞുങ്ങളും അല്ലേ? അതേണ്ട. അപ്പോൾ ഇവനും ഇപ്പം എന്തായാലും വളരെ സങ്കടമുണ്ട്. കാരണം കർഷകരുടെ ഒരു അവസ്ഥകൾ കണ്ട് ഇവിടെ ഉള്ളവർ മുമ്പേ ആ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പേര് കോരിഞ്ചി കൃഷിയെല്ലാം നശിപ്പിക്കില്ല. ആന മൊത്തം നശിപ്പിക്കും, പോയി കിടക്കുക. പട്ടുപോവുക, ചവിട്ടി കളഞ്ഞ. അത് തന്നെ. അപ്പോൾ ഇവർ അതായത് ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട പ്രോസസ്സാണ്. ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ നശിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഇത് ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, കൃഷിയാണ്. കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനത ഉണ്ടെന്നുള്ള ഒന്ന് സാറുമാരും ഇവിടുത്തെ ഭരിക്കുന്ന സാറും ചേട്ടന്മാരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ കർഷകരില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ടും അവരുടെ വീട്ടിലോട്ടും തീന്മേശയിലൊന്നും പോകത്തില്ല എന്നുള്ള ചിന്താഗതി കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഈ ഒരു വീട് കണ്ടോ? ഈ ഒരു വീട് നല്ല അടിപൊളിയൊരു വീട് കേട്ടോ. ഇവിടെ കുഞ്ഞുണ്ട്, വർഷങ്ങളായിട്ട് അല്ലേ, 28 വയസ്സുണ്ട്. 28 വയസ്സായിട്ടൊരു പെൺകുഞ്ഞാണ്, വയ്യാതെ കിടക്കുകയാണെന്നാണ് അറിഞ്ഞത്. അതാണ് അറിയുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരോ അവസ്ഥകളാണ്. അവസ്ഥകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം തോന്നും. എന്ത് ചെയ്യാനാ? അപ്പോൾ എന്തായാലും കാണാം വീഡിയോ കൊണ്ട് മില്ലുകാരൻ.